എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്മീക വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് വേദപുസ്തക വായനയും വേദപുസ്തക പഠനവും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരുടെ മനസ്സിൽ ദീർഘനാളുകളായി ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും കഴിഞ്ഞ സെഷനുകളിൽ വ്യക്തവും തൃപ്തികരവുമായി മറുപടി തരുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും കർത്താവിൽ പ്രസിദ്ധനും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ ആധികാരികമായി നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി തരുവാൻ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 14-ാം വാക്യത്തെ ആസ്പദമാക്കി ഉള്ളതാണ്. ദാനിയേലിനുണ്ടായ ദർശനത്തിൽ ഒരു വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ പറയുന്ന വാചകമാണ്. 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അതിന് അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയുവോളം തന്നെ, പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. ഈ വാക്യത്തിന്റെ വിശദീകരണം എന്താണ്? ഭയങ്കര വിശദീകരണം അല്ലേ? നമുക്ക് നോക്കാം. യെരുശലേം ദേവാലയവും യെരുശലേം നഗരം മുഴുവൻ ഇടിഞ്ഞു കിടക്കുന്ന ഒരു കാലത്ത് അവിടെ പോലും റബിഷ് കൽക്കുന്നുകൾ മാത്രമേ ഉള്ളൂ, റബിഷ് ഹീപ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ യെരുശലേമിന്റെ എന്നൊരു ഗതി ഉണ്ടാവും, ഒരു ഗതി ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ദാനിയേലിന്റെ വിഷമമാണ്. ആ പ്രാർത്ഥനയിൽ യെരുശലേം യഥാസ്ഥാനപ്പെടുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, വടക്കേ രാജാവ് എന്നൊരാൾ വരും, അയാൾ തെക്കേ രാജാവുമായിട്ട് യുദ്ധം ചെയ്യും. ഈ യുദ്ധത്തിനിടയിൽ യെരുശലേം പിടിക്കപ്പെട്ടു. യെരുശലേം ഇസ്രായേൽ ദേശം പിടിപ്പിക്കപ്പെട്ടു പോകുമ്പോൾ പിന്നെ സംഭവിക്കാൻ പോകുന്നത്, ഈ വടക്കേ രാജാവ് ഒരു വലിയ ജനവുമായിട്ട് വന്ന് യെരുശലേമിനെ കീഴടക്കും. കീഴടക്കിയ ശേഷം ഇയാൾ ഈ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കും. അശുദ്ധമാക്കി ഈ പറഞ്ഞ 2300 ദിവസങ്ങൾ, സന്ധ്യയും ഉഷസ്സും എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ്, അശുദ്ധമാക്കും. അതിനുശേഷം ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും. ഇപ്പൊ ഇത് 2 രാജാക്കന്മാരാരെന്നറിയണം. പിന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ അൺഎക്സ്പെക്ടഡ് മരണത്തിന് ശേഷം കൊച്ചിലെ മരിച്ചു പോലും, 33 വയസ്സ് തീർന്നു പോയിട്ട്. അലക്സാണ്ടർ സാമ്രാജ്യം ഭയങ്കര വേൾഡ് എംപയറാണ്. എംപയറിനെ 4ആയിട്ട് വിഭജിച്ചു. അല്ല 4 മിലിറ്ററി ജനറൽസിന് ഓരോന്നിന് കൊടുത്തു. അതില് ടോളമീസിന് കൊടുത്തതാണ് തെക്കേ രാജ്യം എന്ന് പറയുന്നത് ഈജിപ്റ്റ് അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ. സിറിയ അടക്കമുള്ള ഈ അറേബ്യൻ രാജ്യങ്ങൾ സെലൂക്കസിന് കൊടുത്തു. അവരവരുടെ രാജ്യം കൊണ്ടിരുന്നാ പറയായോ. പക്ഷെ ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു പെന്തക്കോസുകാരായിരുന്നു. നമുക്കുള്ള വിശ്വാസം നോക്കത്തില്ല, അപ്പുറത്തെ സഭയൊന്നും കൂട്ടിച്ച് ഒരാൾ IPC, ഒരാൾ ശാരണ്ട് വന്നിരിക്കട്ടെ. നമ്മുടെ ഹ്യൂമർ സെൻസിൽ പറഞ്ഞാണ് കേട്ടോ.
ഒരു പെന്തക്കോസ്തുകാരാണ് ദുബായിയോൺ പഠിപ്പിച്ചെന്ന് നിങ്ങൾ പറഞ്ഞുള്ള കാര്യം. ഇവർ തമ്മിൽ അടിയ. ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന രാജ്യം ഇസ്രയേൽ. ഇടയ്ക്ക് കിടക്കുന്ന രാജ്യം ഇസ്രയേൽ. അപ്പൊ ഇടയ്ക്ക് കിടക്കുന്ന രാജ്യം ഇസ്രയേൽ പിടിക്കപ്പെട്ടു പോയി. എങ്ങനെ? ഇസ്രയേലിന്റെ ഭരണം ഇവർ മാറി മാറി കൈയാളി. ഒടുവിൽ ഇത് അന്ത്യോക്യസ് എപ്പിഫനസ് എന്ന് പറയുന്ന സിറിയൻ രാജാവിൻ്റെ വന്നു. 168 AD, 168 AD ഇയാള് വന്നത് പിടിച്ചിട്ട് ഇയാളുടെ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടറിന്റെ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ മുഴുവൻ ഒന്ന് ഹീബ്രു ലാംഗ്വേജ് ബാൻ ചെയ്തിട്ട് മറിച്ച് ഗ്രീക്ക് ഭാഷയാക്കി. ഗ്രീക്ക് കൾച്ചർ അവിടെ മുഴുവൻ നിറച്ചു. യഹൂദന്മാരെ മാക്സിമം കൊന്നു കളഞ്ഞിട്ട് അവര് ജൂവിഷ് സ്ത്രീകളിൽ ഗ്രീക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു. അങ്ങനെ ഗ്രീക്കാക്കി മാറ്റി. എന്നിട്ട് ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് യെരുശലേം ദേവാലയം അശുദ്ധമാക്കുന്നതിന് വേണ്ടി വലിയ ടെമ്പിൾ കോംപ്ലക്സ് അല്ലേ, അവിടെ മുഴുവൻ അതിൽ ബ്രോത്തൽസ് സ്ഥാപിച്ചു, വേശ്യാലയങ്ങൾ. ലോകത്ത് മുഴുവൻ ഈ സാമ്രാജ്യമുള്ള മുഴുവൻ പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ വൃത്തിയോട് ജയിച്ചു. ലാസ്റ്റിൽ അയാള് യഹൂദന്മാരെ കൊണ്ടയാള് എന്ത് ചെയ്തു? പിന്നെ ഗ്രീക്ക് മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കൺഫസ് ചെയ്തു. അപ്പോസ്റ്റസി എന്ന വേർഡ് നിലവിൽ വരുന്ന അപ്പോഴാണ്. ഞങ്ങൾ സൈന്യങ്ങൾ ദൈവമായ യഹോവയെ വിട്ടു, ഗ്രീക്ക് ദേവന്മാരേക്ക് തിരിഞ്ഞിരുന്നു പബ്ലിക്കായിട്ട് കൺഫസ് ചെയ്യണം, എങ്കിലേ അവർക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഒരു പന്നിയെ കൊണ്ടുവന്ന് യെരുശലേം ദേവാലയത്തിന്റെ പ്രാകാരത്തിൽ വെട്ടി ചോര അവിടെ മുഴുവൻ ഒഴിച്ചു. അപ്പോഴത്തേക്ക് എത്ര ദിവസമായി? 2300 ദിവസമായി. ഈ 2300 ദിവസമായപ്പോഴാണ് ഈ മക്കബിയൻ റിബല്യൻ ഉണ്ടാകുന്നത്. മക്കബിയൻ റിബല്യൻ ഉണ്ടായിട്ട് ബുക്ക് ഓഫ് മാക്കബീസിൽ അതിൻ്റെ വിശദീകരണമുള്ളത്. ഇയാളെ യുദ്ധം ചെയ്ത് തോപ്പിച്ച് ഓടിച്ചു കളഞ്ഞ ശേഷം ഇത് മുഴുവൻ വിശുദ്ധീകരിച്ച ശേഷം അവിടെ ടെമ്പിളിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു, പഴയ രീതിയിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അത് ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. 168 BC തുടങ്ങി അടുത്ത 2300 ദിവസങ്ങൾ സംഭവിച്ച കാര്യമാണത്. അത് ഹിസ്റ്ററി. ഇനിയും ഇതുപോലെ ഒന്ന് ആന്റൈക്രൈസ്റ്റിന്റെ കാലത്തും സംഭവിക്കുമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വെച്ച് പറഞ്ഞു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. സോ ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ അഗെയിൻ. അതാണ് ഈ പറഞ്ഞ സംഗതിയുടെ ഹിസ്റ്റോറിക്കലായ റെഫറൻസ് അല്ലെങ്കിൽ ഈവന്റ് എന്ന് പറയുന്നത്. നടന്ന സംഭവമാണ്. മാത്രം ഇനി വീണ്ടും സംഭവിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതായി വായിക്കുന്നു. ചോദ്യം ഇതാണ്, ഈ ശുശ്രൂഷ നാം അനുഷ്ഠിക്കണം. ഷുഡ് വി പ്രാക്ടീസ് ദിസ് ഇൻ അവർ ചർച്ച്? തുടർന്ന് മറ്റൊരു ചോദ്യം കൂടെയുണ്ട്. യേശു പത്രോസിനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ അർത്ഥം പത്രോസ് പിന്നീട് മനസ്സിലാക്കിയതായി തിരുവെഴുത്തിൽ ഉണ്ടോ? അതിനുശേഷം നമ്മുടെ പിന്നെ എല്ലാ ആഴ്ചയും എല്ലാ കഷ്ടാനുഭവ ആഴ്ചയിലും നമ്മുടെ പോപ്പ്, പിന്നെ നമ്മുടെ ഓരോ സഭകളുടെയും മഹാപുരോഹിതന്മാരുണ്ടല്ലോ, എന്താണ് പറയുന്നത്, ആർച്ച് ബിഷപ്പോ ആർക്ക് ബിഷപ്പോ എന്നൊക്കെ പറയത്തില്ലേ, മനുഷ്യന്മാരുടെ കാലൊക്കെ കഴിയും. ആ കാല് കഴുകാനുള്ളവര് കാലെല്ലാം കഴുകി വൃത്തിയാക്കി എന്താ നമ്മള് പിന്നെ ജേം ഫ്രീ ആക്കിയ കാലുകളുമായിട്ട് വരുന്നത്.
സാനിറ്റൈസ് ചെയ്യണം. സാനിറ്റൈസ്ഡ് കാലുകളായിട്ടാണ് വരുന്നത്. എൻ്റെ ഇത് കണ്ടാലേ ചിരിയല്ലാതെ ഒന്നും വരത്തില്ല. ഈ ഒരു കഥയുണ്ട്, ഇടയ്ക്ക് നമ്മൾ പറയുകയാണെ. ഇപ്പോൾ കുഞ്ഞാന സെഷൻ ഒന്നാമത് ചെറുക്ക് വളരെ വിരസമായിരിക്കും, ഒരു കഥയെങ്കിലും കേട്ടോട്ടെ. ഒരു മഹാബ്രാഹ്മണൻ ഒരു അഗ്രഹാരത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഈ പിതൃബലി നടക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ മുഖ്യ കർമ്മം ഇദ്ദേഹം കണ്ടു. അവർ പറഞ്ഞു, എന്നാൽ ഈ പ്രാവശ്യം തിരുവനി വന്നുകൊണ്ട് തിരുവനി ആ മുഖ്യ കർമ്മം ചെയ്യട്ടെന്ന് പറഞ്ഞു. തിരുവനി നോക്കിയപ്പം ഇച്ചിരി ഒരു പൂച്ചക്കുഞ്ഞ് ചാടിച്ചാണ് നടക്കുക. തിരുവഞ്ഞു ഒരു കൊട്ട കൊണ്ടുവരാൻ പറഞ്ഞു. കൊട്ട കൊണ്ടുവന്നു. ആ പൂച്ച അതിനകത്ത് കമത്തിയിട്ടു. ആ കൊട്ട എൻ്റെ മണ്ടത്തിൽ പൂച്ച അതിനകത്ത് കിടക്കുക. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരുവനി പോയി. എ ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞ് വീണ്ടും പുള്ളി അതിൽ വരാനിടയപ്പോൾ അന്ന് ഇതേ സമയമാണ്. ഒരു തിരുമേനി വന്നല്ലോ, എന്നാൽ തിരുമേനി കർമ്മങ്ങൾ ചെയ്യട്ടെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി കർമ്മം തുടങ്ങിയത് നിർത്താൻ പൂച്ചയെ കൊണ്ടുവരട്ടെന്ന് പറഞ്ഞു. ഇവരടുത്ത് വീട്ടും കണ്ട് പൂച്ചയെ പിടിക്കാൻ പോയിരിക്കുക. എന്തിന്? കൊട്ടയ്ക്കകത്ത് അടച്ചിടാൻ. ഈ തിരുമേനി എന്തിനാ അന്ന് പൂച്ചയെ കൊട്ടയ്ക്കകത്ത് അടച്ചിടാൻ പറഞ്ഞത്? ഈ കർമ്മത്തിന്റെ ഇടയിൽ കൂടി പൂച്ച കൊച്ചു പൂച്ച അതിനറിയാമോ? ഈ യാഗവസ്തു ഇത് വെച്ചിരിക്കുന്ന ഈ കുന്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊടിയും ഭസ്മവും ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് പൂച്ച കയറി തട്ടിക്കളയായിരിക്കാനാണ് പൂച്ചയെ കമത്തി തരാൻ പറഞ്ഞത്. പക്ഷെ അത് മുതൽ ഇവരെന്ത് വിചാരിച്ചെന്നറിയാമോ? ഈ ഹോമം ചെയ്യുമ്പോഴെല്ലാം എവിടുന്നേലും പൂച്ചയെ കൊണ്ടുവന്ന് അടച്ചിട്ടിട്ട് ഇത് തുടങ്ങാം. നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആ തിരു അത്താഴമെടുത്ത് മുറിയിലോട്ട് പോകാം. നല്ല ക്ലീനായിട്ടിരിക്കുക. ശിഷ്യന്മാർ ദൂരം നടന്നു വരിക. പലസ്തീൻ നാട്ടിൽ നല്ല ഡസ്റ്റായി അപ്പോഴും ഇപ്പോഴും. അവർ വന്ന് ചെരുപ്പ് പുറത്തിട്ടു. അവിടെ ഒരു കൽപ്പാത്രത്തിൽ വെള്ളം ഇരിപ്പുണ്ട്, കാല് കഴുകാൻ. അതിടത്ത് കാല് കഴുകി അകത്ത് വന്നിരുന്നു. അകത്ത് വന്നിരുന്നപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവര് നിലത്തല്ല ഒരു മാട്രസ് വെളിച്ചെണ്ണ മാട്രസിൽ രണ്ട് കാലും ഇങ്ങനെ വലത്തോട്ട് ചരിച്ച് മടക്കി ഇടത്തുകാഴ്ച ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കേണ്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നോക്കിയപ്പം there is some piece of dust on somebody's feet or other. ചില ശിഷ്യന്മാരുടെ കാലുകൾ ഇച്ചിരി അഴുക്കുണ്ട്. താൻ പത്രത്ത് തൻ്റെ സ്ഥാനവസ്ത്രം ഊരി വെച്ചു. അതിനുശേഷം ഒരു ടവലെടുത്ത് അരക്കി ചുറ്റി പാത്രത്തിൽ വെള്ളവും, നമ്മുടെ ഭാഷ പറഞ്ഞ സോപ്പ്, വാഷിംഗ് ലിക്വിഡ്, അവരുടെ ഭാഷ പറഞ്ഞ ഈ സോപ്പ് ചെടിയുടെ തണ്ട്, അതുകൊണ്ട് ഇരുന്ന് ഓരോരുത്തരെയും കാല് കഴുകുക. ഓക്കെ, അപ്പൊ ഇനി ആണ് അടുത്ത ചോദ്യം. പത്രോസ് ചോദിച്ചു, പത്രോസ് കഴിയുണ്ടെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ നീയും ഞാനുമായിട്ട് എന്താ പോയി, അതിനെ കംപ്ലീറ്റ് ഞാൻ കഴിയേക്കാൻ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, എന്നൊക്കെ കർത്താവും ഗുരുവും എന്ന് നിങ്ങൾ എന്നെ വിളിക്കുന്നത് ശരിയാണ്. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഇത് അറിയാതെ ചെയ്യരുത്. ഞാൻ എന്തിനാ ചെയ്യുന്നുള്ളത്, അറിയാതെ ചെയ്യരുത്. അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ഇതിനെ ഒരു പരിഹാസമാക്കി മാറ്റി റോമൻ കാതോലിക് ചർച്ച് ആദ്യവും പിന്നെ ക്രിസ്തീയ സഭകളും. അപ്പോസ്തലന്മാരാരും ഈ ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളുടെ റൈറ്റിങ്സിൽ എന്നത് മാത്രമല്ല. ഞാൻ എപ്പോഴും ഈ പുതിയ നിയമത്തെ പറ്റി പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം എനിക്ക് 3 പ്രധാന സോഴ്സാണ് എൻ്റെ ഇൻഫർമേഷൻ. ഒന്ന്, വിശുദ്ധ തിരുവെഴുത്തുകൾ പുതിയ നിയമം മുഴുവനും ശ്രദ്ധിച്ച് വായിക്കും.
പ്രത്യേകിച്ച് അതിൻ്റെ ഹെബ്രായിക്ക് ഒറിജിനുള്ളതെല്ലാം ഒറിജിനിൽ പോകും. കാര്യം തിരുവെഴുത്ത് എന്ന മായമില്ലാത്ത പാൽ അതുപോലെ ജനത്തിന് കിട്ടണമെന്നുള്ള നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് അതെൻ്റെ ഒരു സോഴ്സ്, നമ്മുടെ തിരുവെഴുത്ത്. രണ്ട്, അതിനെപ്പറ്റിയുള്ള ലേറ്റർ റിസർച്ച്. ലേറ്റർ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ സാഹിബ്മാരുടെയും ഒരു റിസർച്ച് പുസ്തകം ഞാൻ വായിക്കത്തില്ല. കാര്യം ഇത് പുള്ളിയുടെ ഭാവനയ്ക്കകത്താണ് കാണുന്നതേ. ഭാവന കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതല്ല വിശുദ്ധ തിരുവെഴുത്ത്. അപ്പോൾ തന്നെ ജൂവിഷ് സ്കോളേഴ്സ് ഉണ്ട്, ക്രിസ്ത്യാനികളായിത്തീർന്ന ജൂവിഷ് സ്കോളേഴ്സ്. അവർ നല്ലവണ്ണം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അവൈലബിൾ ആണ്. മൂന്നാമത്തത്, ദ റൈറ്റിംഗ്സ് ഓഫ് ദ അപ്പോസ്റ്റലിക് ചർച്ചസ്. അപ്പോസ്റ്റലിക് ചർച്ച് ഒരു പീഡിപ്പിക്കപ്പെടുന്ന കൂട്ടരാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റേ സഭയെ അറിയിക്കണം. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ പത്രോസ് നേരെ ഉപദേശിച്ച് വന്നു, നമ്മുടെ അപ്പോസ്തലൻ അവിടെ വന്നു. നല്ല പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേൾക്കാനിടയിൽ ഞങ്ങൾ അതുവരെ വിചാരിച്ചതൊന്നും ആവശ്യമില്ലെന്ന്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് തെറ്റാണെന്ന്. പത്രോസിന് നല്ല പ്രസംഗമായിരുന്നു. ആ കാര്യമെല്ലാം അവർ എഴുതി വേറെ സഭയ്ക്ക് കൊടുക്കും. അവർ പറയും, അയ്യോ യാക്കോ ഞങ്ങളുടെ അടുത്ത് വന്നായിരുന്നു, യാക്കോ ഞങ്ങൾ ഇന്നയൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ഈ സംഭവിച്ച കാര്യം അവിടെ റീസെന്റ് ടൈമിൽ എത്ര സ്നാനം ഉണ്ടായി, ഈ കാര്യങ്ങളെല്ലാം അവർ അന്വേഷണം എഴുതും. ഇത് അപ്പോസ്റ്റോലിക് റൈറ്റിംഗ്സ് ഓഫ് ദി ഏർലി അപ്പോസ്റ്റോലിക് ചർച്ചസ് എന്ന് പറയും. ഇതാ എൻ്റെ മൂന്നാമത്തെ സോഴ്സ്. ഈ 3 സോഴ്സിൽ നോക്കിയിട്ട് വിശുദ്ധ പുതിയ നിയമത്തിൽ ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയത്തുള്ളൂ. ഈ 3 സോഴ്സിൽ എന്തില്ല? തിരുവത്താഴ് എടുത്തായിട്ടുണ്ട്. തിരുവത്താഴത്തിനെ പറ്റില്ല അല്ലേ? ഉണ്ട്. സ്നാനമേൽക്കുന്നതായിട്ടുണ്ട്, ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഈ സംഭവമില്ല. പിന്നീട് റോമൻ കാത്തലിക് ചർച്ച് വന്നപ്പം റിച്വലിസ്റ്റിക്കായി മാറി. നമ്മളെന്തോ ചില സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ നല്ലവരാകുമെന്നുള്ളത്. അപ്പോൾ സൽക്കർമ്മങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഓരോ സൽക്കർമ്മമായത് കാല് കഴുകുന്നത്. അപ്പോൾ പോപ്പ് തന്നെ ഉറങ്ങാൻ കേട്ടു. അപ്പൊ പോപ്പിനെ കൊണ്ട് കാല് കഴിക്കാൻ കുറെ കക്ഷികൾ. അത് നല്ല സ്റ്റെറിലൈസ്ഡ് കാല. എന്തിനാണ് ഇത് കഴുകുന്നത്? ഇറ്റ്സ് ഓൾറെഡി ക്ലീൻ. ഇറ്റ്സ് ഓൾറെഡി ക്ലീൻ. അടുത്തൊരു ചോദ്യമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാരെ ആദ്യം കണ്ടപ്പോൾ എങ്ങനെ സ്നേഹിച്ചു, അതുപോലെ അവസാനം വരെ സ്നേഹിച്ചു അല്ലേ? അപ്പോസ്തലനായ പൗലോസ് എഫെസോസിനെ പറയുന്ന ഭാഷ പറഞ്ഞാൽ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു അല്ലേ? കർത്താവ് സഭയിൽ നമ്മൾ ബന്ധമാണ്. അവനവളുടെ വചനത്തോട് ജലസ്നാനത്താൽ വെടിപ്പാക്കേണ്ടതിനും കറ ചുളുക്കമൊന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ പാവങ്ങളുടെ മുതൽ കട്ട് തിന്ന് അരമനെ താമസിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ധനിയന് പോലും ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതായി ലക്ഷറി ലൈഫ് നയിക്കുന്ന ഈ പുള്ളികൾ ഈ സ്റ്റെറലൈസ് ചെയ്ത കാലാണ്ടിലൊരിക്കൽ കഴിയാൽ ഇറ്റ് ഈസ് എ മോക്കറി. ആ വലിയ സംഭവത്തിന്റെ ഒരു മോക്കറി അല്ലയോ അത്? ഒരു പരിഹാസം ഇല്ലയോ അത്? ഇവർക്ക് എന്തെങ്കിലും ABC അറിയാമോ? ഇനിയും കഴുകാം, നീ ആദ്യം ആ കുപ്പായം ഊരി മാറ്റി വെക്കണം. കർത്താവ് ഗുരു എന്ന സ്ഥാനവസ്ത്രം ഊരി മാറ്റി വെച്ചിട്ടായിരിക്കുന്നത് അവരുടെ കാൽക്കൽ. ഇതിന്റെ തീവ്രത അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഞാനീ പറഞ്ഞാലും വിശ്വസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. സത്യം പറയാം, വിശ്വസിക്കുന്ന എനിക്ക് നിർബന്ധമില്ല. എൻ്റെ എക്സ്പീരിയൻസ് എനിക്കറിയുകയും ചെയ്യാം. പറഞ്ഞല്ലോ, ഡെത്ത് റിപ്പോർട്ട് നിന്ന് എഴുതി വെച്ച് മേളിൽ കയറി പോയ ആളെ ഞാൻ.
2.5 ആഴ്ച. അവിടെ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുന്നത്, ഞാൻ നിന്നെ ഒരു മിനിസ്ട്രി ഏൽപ്പിക്കുക. എൻ്റെ മകൻ ഭൂമിയിൽ ചെയ്ത അവസാനത്തെ ശുശ്രൂഷ അത് തൻ്റെ ശിഷ്യന്മാരുടെ കാൽക്കലിരുന്ന് കാല് കഴുകുകയായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യനോട് പറഞ്ഞു കേട്ടാൽ ഞാനീ പറയുന്നത്, വെള്ളം ദൈവത്തിൻ്റെ വചനമാണ്. നിനക്ക് ഞാനത് ധാരാളമായി തന്നിട്ടുണ്ട്. താഴെ പോയി എൻ്റെ കുഞ്ഞുങ്ങളുടെ കാൽക്കലിരുന്ന് അവരുടെ കാലയിൽ പറ്റിയ ചെളിയുണ്ടല്ലോ, അന്ധവിശ്വാസം, ദുരുപദേശം, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇൻസഫിഷ്യന്റ് നോളജ്, ഈ ചെളി മുഴുവൻ നീ എൻ്റെ വചനം കൊണ്ട് കഴുകിക്കളയണം. എൻ്റെ വചനം കൊണ്ട് കഴുകിക്കളയണം. ഞാനൊരു ക്വാളിഫൈഡ് ലീഗൽ കൺസൾട്ടൻ്റാണ് ഈ രാജ്യത്ത്. ഒരു കേസ് സ്റ്റഡി പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ ഒരു കേസ് എനിക്ക് 1 മാസത്തേക്കുള്ള പൈസ കിട്ടും. ഒരു കേസ് ചെയ്താൽ ഞാൻ എന്തിനാ എൻ്റെ പണവും എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും മുഴുവൻ കളഞ്ഞ് മാവിനെ വിളിച്ചെടുത്ത് ഈ പരിപാടി ചെയ്യുന്നത്? ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും അവരുടെ അറിവുകേട്, അന്ധവിശ്വാസം, ദുരുപദേശം എന്നീ ചെളി പറ്റിയ കാലുകൊണ്ട് അപ്പുറത്ത് കയറാൻ പറ്റത്തില്ല. കറ ചുളുക്ക ഒന്നും പാടില്ല. കഴുകിക്കളയണം. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ കാല് കഴുകുക. ബാബു ജോൺ എന്ന് പറയുന്ന മനുഷ്യനെ അല്ല ഇവിടെ കാണിക്കുന്നത്, അല്ലെ ഡോക്ടർ ഗ്ലാഡീസ് മാത്യു എന്ന ലേഡി അല്ല ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത്. ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളാണ്. എന്തിനു വേണ്ടി? നമ്മളെ ആരെങ്കിലും വിളിച്ച് ആദരിക്കാനാണോ? നമ്മുടെ സ്വർഗം ആദരിക്കാതെ വേറൊരു കാര്യം. മനുഷ്യരുടെ ഭൂമിയിൽ എന്തെങ്കിലും ബഹുമാനമോ ആദരവോ ഈ കാര്യത്തിൽ നമ്മൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും 5 പൈസ ഇങ്ങോട്ട് അയച്ചു തരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ താഴെ ഞങ്ങൾക്ക് കോഫി അയച്ചു തരിക കൊണ്ടുപോയി നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, അതും ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ രണ്ടും കൂടെ ഈ അടുത്ത് വരുന്ന ഈ ഇതുണ്ടല്ലോ ഈസ്റ്ററിന് ബാംഗ്ലൂരിൽ ഇറങ്ങിയിട്ട് വഴിയെ പോകുന്നവരെല്ലാം കാല് പിടിച്ച് കഴുകുക. എന്താ കാര്യം അതുകൊണ്ട്? ഒരു പ്രയോജനമില്ല. വീണ്ടും എങ്ങോട്ട് നടക്കാൻ പോകുന്നത്? ഇത് പിടിക്കൂടല്ലേ? അതാണോ കർത്താവ് ഉദ്ദേശിച്ചത്? അല്ലല്ലോ. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അറിയുന്നില്ലെങ്കിൽ ചെയ്യാൻ യാതൊരു ബാധ്യതയില്ല. ജീവൻ വേണ്ട ഉൾക്കൊള്ളാൻ. ദാറ്റ് ഈസ് മൈ ആൻസർ. ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ. വിശ്വസിക്കണമെന്നില്ല, പക്ഷെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഒരു അനുഭവ സാക്ഷ്യമുണ്ട്. ബാബുജിയുടെ അടുത്ത് ഞങ്ങൾ ചെന്നതുകൊണ്ട് ഒരുപാട് അശുദ്ധിയും കഴുകിക്കളഞ്ഞ് വചനം കൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കാൻ ഞാൻ കഴിഞ്ഞു എന്നുള്ളത്. അത് എനിക്ക് ദൈവസന്നിധിയിലുള്ള ദൈവത്തോടുള്ള പ്രാഗൽഭ്യമാണ്. ഓക്കെ, യെസ്. താങ്ക് യു വെരി മച്ച് സാർ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഇതൊരു സിംബോളിക് ആണോ? അപ്പോ കാല് കഴുകി എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഒരുപാട് സിംബോളിക് സിഗ്നിഫിക്കൻസിൽ എടുക്കാൻ കഴിയും. ഒരുപാട് സിംബോളിക് സിഗ്നിഫിക്കൻസ് നമുക്ക് എടുക്കാൻ കഴിയും. അത് വിനയത്തിന്റെ, താഴ്മയുടെ, ശുശ്രൂഷയുടെ ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഒക്കെ എടുക്കാൻ. there is nothing wrong in it. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഇറ്റ് റിയലി മെന്റ്. അതറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. ഇറ്റ് വാസ് എ ബ്രില്യന്റ് ആൻസർ. അടുത്ത ചോദ്യം, യിരെമ്യാ പ്രവചനം 34-ാം അധ്യായം 18-19 വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. പ്രകാരം കാണുന്നു, കാളക്കുട്ടിയെ 2ആയി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുകൊണ്ട്
എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. ചോദ്യം ഇതാണ്, ഈ വാക്യത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നവർ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല കട്ടങ്ങായ്മകൾ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാര്യം അവരെ അറിയുന്നില്ല അവര് ജനത്തിന് ചെയ്യുന്ന ഉപകാരം എന്തുമാത്രമാണത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സ്നേഹിതരോട് പറയായിരുന്നു, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഞാനും ഡോക്ടർ മാവും കൂടി ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ കുറെ കൊല്ലം കൂടെ തുടരുകയാണെങ്കിൽ ബൈബിൾ മിക്കവാറും കവർ ചെയ്ത് തീർക്കും. മറ്റു ബൈബിളൊന്നും പോയില്ലെങ്കിലും മിക്കവാറും ഹോൾ ബൈബിൾ നമ്മൾ കവർ ചെയ്ത് തീർക്കുമെന്ന്. എല്ലാ പുസ്തകങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അന്ന് നമ്മൾ ഒരു ബുക്സ് ആഫ്റ്റർ ബുക്സ് അല്ല, എവിടുന്നും ചോദിക്കില്ലേ ആൾക്കാര്. ഈ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ആ കാലത്തിൽ, ഈ പറഞ്ഞ കാലത്ത് കാളക്കുട്ടിയെ രണ്ടായിട്ട് പൊള്ളുന്ന പിളർപ്പിൽ നിന്നാണ് രണ്ടുപേരും ഉടമ്പടി അന്യോന്യം വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന് പിന്മാറാൻ ഒരാൾ പിന്മാറിപ്പോയാൽ, ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പിന്മാറിപ്പോയാൽ അവൻ ഇതുപോലെ പിളർന്ന് പോട്ടെന്നാ സമ്മതിക്കുന്നത്. അപ്പൊ യഹൂദ പ്രഭുക്കന്മാര് പലപ്പോഴും ദൈവമായിട്ട് തെറ്റിപ്പോയിട്ട് ദൈവം പ്രവാചകന്മാരെ വിളിച്ച് അവരെ അനുദപിപ്പിക്കുമ്പോൾ അവർ പെട്ടെന്ന് വന്നൊരു കാളക്കുട്ടി അങ്ങോട്ട് പിളർന്നിട്ട് അതിന് നടക്കുന്നു. ഞങ്ങൾ ഇനി ഒരു കാലത്ത് എന്ന് പറഞ്ഞ ഉടമ്പടി മൂന്നില്ലെന്ന് ഇവർ തെറ്റിക്കുകയും ചെയ്യും. മൂന്നില്ലെന്ന് തെറ്റിക്കും. ഇവർക്കൊരു കാര്യമുണ്ട്, ഇവർക്ക് 1 വർഷത്തേക്കുള്ള പാപമോചനം. മഹാപാപ പരിഹാര ദിവസം കഴിഞ്ഞ 1 വർഷത്തെ പാപം പരിഹരിച്ചുള്ളൂ. പരിഹരിച്ചു എന്നുള്ള തെളിവ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഈ ആട്ടിൻകുട്ടിയുടെ കൊമ്പയിരിക്കുന്ന ചുമന്ന ചരട് വെള്ളയാകുമ്പോഴാണ് പരിഹരിച്ചെന്നുള്ള തെളിവ്. ഒടുവിൽ ദൈവം നോക്കിയ ഇവന്മാര് ഈ പിളപ്പിനിടെ നിന്ന് വിളിച്ച് പറയുന്നത് ഇതൊന്നും ഇവർ അനുസരിക്കത്തില്ല, ഒന്നും അനുസരിക്കത്തില്ല, ചുമ്മാ വിളിച്ചു പറയാണ്. ചില രാഷ്ട്രീയക്കാരന്മാർ പ്രഖ്യാപനം നടത്തിയിട്ട് പോകുന്ന മാതിരി, ഞാനങ്ങോട്ട് ഡൽഹി ചെന്ന ഉടനെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അനുവദിക്കാമെന്ന് പറഞ്ഞു. അവൻ പോയ നാട്ടിൽ പിന്നെ പുല്ല് കാണത്തില്ലെന്ന് പറഞ്ഞ പോലെ ദൈവം അവസാനം തീരുമാനിച്ചു, ഇനി ഇവന്മാരുടെ പാപം ഞാൻ പരിഹരിക്കത്തില്ല. ഒരു പാപം പരിഹരിക്കത്തില്ല. പാപം പരിഹരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഈ ആടിന്റെ കൊമ്പയിലുള്ള ചരടുണ്ടല്ലോ, അത് വെളുപ്പാകുന്ന പ്രക്രിയ അങ്ങ് നിന്നു. യെശയ്യാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മാർ പറ, ഇനി അടുത്ത് വരാൻ പറയും, വരുമെന്ന് നമുക്ക് നമ്മൾ വാദിക്കാമെന്ന് പറഞ്ഞാൽ നീ ചെയ്ത കൊള്ളരകൾ ഒന്നൊന്നായിട്ട് ഞാൻ എണ്ണി അങ്ങോട്ട് പറയാൻ പോവാ, ന്യായീകരിക്കാം എൻ്റെ അടുത്ത്. നമ്മൾ തമ്മിൽ വാദിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കാളക്കുട്ടിയെ പുലർപ്പിൽ എന്നോട് ചെയ്ത പ്രമാണമുണ്ടല്ലോ, അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് തരാം, ഇത് ഏതെങ്കിലും ഞാൻ അനുസരിച്ചിട്ടുണ്ടോ, നമുക്കമ്മ വാദിക്കാം. നീ അത് കഴിഞ്ഞിട്ട് നീ കുറ്റം, നീ തെറ്റ് ചെയ്തു എന്നുള്ള സമ്മതിക്കാമെങ്കിൽ, ഇത്രയും നാൾ വർഷങ്ങളായിട്ട് കഴുകിക്കളയാത്ത പാപമുണ്ടല്ലോ, ഇപ്പം ചുമന്തിയൊന്ന് രക്താംബരം പോലായി, പക്ഷെ അനുദപിച്ച് മടങ്ങി വന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് അത് ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാം. അപ്പൊ ഇവരെ കേട്ടില്ല. ദൈവത്തിനാണെങ്കിൽ ഈ എപ്പോഴും ശിക്ഷിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദൈവത്തിന്. കാര്യം ദൈവം ഇവരെ സ്വീകരിച്ച മക്കളാണ് ഇവര്. എത്ര തല്ലും. അവസാനം പറഞ്ഞു, ഞാൻ ഫെഡപ്പായി, ഇനി ഞാൻ നിന്നെ കംപ്ലീറ്റ് ഇവിടെ നിന്ന് നീക്കിക്കളയാൻ പോവാ. ബാബേൽ രാജാവിനെ വരുത്തി ഇവനെ മുഴുവൻ അടിയെന്ന് പറഞ്ഞ ഒരു മര്യാദയില്ലാത്ത അടി അടിച്ച് ബാബേലിൽ കൊണ്ടുപോയിട്ട് അവിടെ കിടന്ന് നരജന കയ്യങ്ങളെ കൊണ്ട് അതുപോലിട്ട് കഷ്ടപ്പെടുത്തി. That is the background of these verses. Okay. No problem.
താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. നോ പ്രോബ്ലം മോം. അടുത്ത 2 പ്രേക്ഷകര് ഒരേ വേദവാക്യത്തെ ആസ്പദമാക്കി ചോദിച്ചിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് ചോദ്യം ഡിസ്കസ് ചെയ്ത ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാനായിലെ കല്യാണത്തിൽ യേശു തന്റെ അമ്മയോട് പറയുന്ന ഒരു ഭാഗമാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് മലയാള ബൈബിളിൽ കാണുന്നു. ഹീബ്രുവിൽ ഈഷ അല്ലെങ്കിൽ സ്ത്രീ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഗുനായി എന്നത് ഗ്രീക്കിലല്ലേ കാണുന്നത് എന്ന് ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. വേറൊരാളും ഇതേ വാക്യത്തെ ആസ്പദമാക്കി ഈ വചനം ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഹീബ്രുവിലുള്ള അതേ അർത്ഥത്തിൽ തന്നെ എന്തുകൊണ്ട് വിവർത്തനം ചെയ്യാൻ സാധിച്ചില്ല? ഓക്കെ, മുഹമ്മദ്, ഒരു കോണ്ടെക്സ്റ്റ് അനാലിസിസ് ആണ്. കോണ്ടെക്സ്റ്റ് അനാലിസിസ് ആണ്. ഇപ്പം മലയാളികളെ ഒത്തിരി പിള്ളേർ അപ്പനെന്നും അച്ചാനെന്നും അച്ചാച്ചനെന്നും ഒക്കെയാണ് വിളിച്ചിരുന്നത്. ചിലർ അപ്പച്ചനെന്നും വിളിച്ചിരുന്നു. ഇതേ ആളുകളുടെ തലമുറകൾ വിദ്യാഭ്യാസം ചെയ്ത് ഡൽഹിയിലും ബാംഗ്ലൂരും കൽക്കട്ടയൊക്കെ ജോലിക്ക് കയറി. അവർക്ക് മക്കളുണ്ടായപ്പോൾ അവർ അപ്പനെ ഡാഡി എന്നാണ് വിളിക്കുന്നത്. അത് മലയാളത്തിൽ ഒറിജിനൽ വേർഡാണോ? അല്ല. അവർ താമസം മാറിപ്പോയ സ്ഥലത്തെ ഭാഷയുടെ ഇൻഫ്ലുവൻസ് ആണ്. ഇതുപോലെ ഇവർ താമസിക്കുന്ന നോർത്തേൺ ഗാലറിയുടെ സ്പോക്കൺ ലാംഗ്വേജ് ശരിക്കും ഈ ഗാലലിയൻ ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു ഗ്രീക്കിന്റെ ഡയലക്റ്റിക്കൽ വേർഷനാണ്. നമുക്കിപ്പോൾ എറണാകുളത്ത് ചെന്നാൽ മലയാളം പറഞ്ഞ് നിൽക്കാൻ ഒക്കത്തില്ല. അവിടെ മലയാളികൾ കൂടുതൽ ചിന്തിക്കുക. അവരെ ഭായിമാര് നമ്മൾ പറയുന്നത് അവർ നമ്മുടെ ഭായിയാണോ? ഭായി എന്ന് വിളിച്ചാൽ നമ്മുടെ ഭായിയായിട്ടാണോ? അല്ല, അവരെ റെസ്പെക്റ്റബിളായി വിളിക്കുന്ന ആളാണ് അവിടെ, അല്ലേ? ഓക്കെ, ഇനി റെസ്പെക്റ്റബിളായ സ്ത്രീയെ വിളിക്കേണ്ട ഒരു ടെർമിനോളജിയാണ് ഏത്? ഈ ഗുനായി എന്ന് പറയുന്നത്. ഏത് ഭാഷയില്? ഗാലിലിയൻ ഗ്രീക്കിലെ. ഇത് ലിറ്റററി ഗ്രീക്കിന്റെ ആണെന്ന് ഞാൻ പറഞ്ഞില്ല, ക്ലാസിക്കൽ ഗ്രീക്കാന്നും പറഞ്ഞില്ല, കൊയിനായി ഗ്രീക്കാന്നും പറഞ്ഞില്ല. ഗാലിലിയൻ ഗ്രീക്കിലെ ആ കാലത്തെ. ബട്ട് വേർഡ് ഓഫ് ദി ഹയസ്റ്റ് ടെർമിനോളജി. അതിനു മുമ്പ് പറഞ്ഞ മാ ലീ ബലക്, അങ്ങ് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൽപ്പിക്കണം, അങ്ങ് കൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, അത് ഹീബ്രുവാ. എന്തുകൊണ്ട് ആ ഹീബ്രു അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല? പച്ച മലയാളം. ഇതിനാണ് ഗ്രേഷ്യൻ ഫാലസി, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ വെസ്റ്റേൺ ഫാലസി, ഇംഗ്ലീഷ് ഫാലസി എന്ന് പറയും. എന്ന് പറയുമ്പോൾ വേദപുസ്തകം ഗ്രീക്ക് വഴി ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഗ്രീക്കിന്റെ സത്വമല്ല, വേറൊരാളുടെയാണ്. ഗ്രീക്കിലോട്ട് പരിഭാഷപ്പെടുത്തിയുള്ളൂ, അല്ലേ? എന്നല്ലേ കാണിക്കേണ്ടത്? അതിന് ഇത് ഗ്രീക്കിന്റെ ആണെന്നങ്ങ് വരുത്താൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്തു? യഹോശുവ എന്ന് പേരുള്ള ആള് അതാരായി മാറി? ജീയൂസായി. എന്തൊരു കൊളറിയാന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ട് ഒരാളിന്റെ വേർഡ് വേറൊരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുമോ? ഇപ്പം ഗ്ലാഡിസ് എന്ന വേർഡ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മാമനെ ആരെങ്കിലും വിളിക്കുന്നത്? അല്ലല്ലോ, അല്ലല്ലോ. ഒരു പ്രോപ്പർ നൗൺ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാ ട്രാൻസ്ലേഷൻ നിയമങ്ങൾക്കും വിരുദ്ധമില്ലേ അത്? അപ്പൊ അത് ആ ഭാഷയുടെ ആയില്ലയോ? ഗ്രീക്കിലെ ദൈവത്തിന്റെ പേരെടുത്തിട്ട് യേശുക്രിസ്തുവിന്റെ പേരിട്ട് ഇതാണ് ദൈവം, ക്രൂശിക്കപ്പെട്ട കർത്താവ് എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞാൽ
അപ്പൊ ഇവന്മാർ ആറ്റിനോട് എന്തോ അഹങ്കാരമാണ്, ഗ്രീക്ക് ഫാലസിയ. ഗ്രീക്ക് ഫാലസിന്റെ ടോപ്പിക്സ് ഞാൻ എൻ്റെ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്നത്, സിസ്റ്റമാറ്റിക് ബൈബിൾ ക്ലാസ്സിലെ ബൈബിൾ സ്റ്റഡി പഠിപ്പിക്കുന്നതാണ്. അഹങ്കാരം അല്ല എന്തോ അതിന് പറയേണ്ടത്. അവർ മര്യാദയ്ക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണമായിരുന്നു. ഇംഗ്ലീഷുകാർക്ക് അവന് പിന്നെ അങ്ങനെ കുന്തമില്ലല്ലോ. ഈ റെസ്പെക്ട് എന്നൊരു സംഗതി കൾച്ചറിലില്ലല്ലോ. അവർ പറഞ്ഞ ഇംഗ്ലീഷ് കൾച്ചർ എന്ന് പറയും. ഇംഗ്ലീഷ് കൾച്ചർലെസ്നെസ് എന്ന് പറ. ഇംഗ്ലീഷ് സംസ്കാരം എന്നല്ല, ഇംഗ്ലീഷിന്റെ സംസ്കാര ശൂന്യത. ചില കാര്യങ്ങൾ സംസ്കാരമുണ്ട്, ശരിയാണ്. ഇപ്പം ചില കാര്യങ്ങൾ സംസ്കാര ശൂന്യതയാണ്. അതങ്ങ് അംഗീകരിച്ച് എത്രയോ നല്ലതായിരുന്നു. That's my answer to that question, ma'am. Okay, sir. Thank you. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു കർത്താവും ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് കാണുന്നു. ഇവിടെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. അത് വേദപുസ്തകം മുഴുവൻ എബ്രായ ബാക്ക്ഗ്രൗണ്ടിൽ പഠിപ്പിക്കുന്ന നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന് പറയും. അതിന് ജോയിൻ ചെയ്യാനുള്ള ടെലിഫോൺ നമ്പറൊക്കെ താഴെ കിട്ടും. താഴെ കിട്ടുന്ന നമ്പറിൽ വിളിച്ചാൽ കിട്ടും. മര്യാദയ്ക്ക് ജോയിൻ ചെയ്യണം. അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ ചോദ്യത്തിനുള്ള മറുപടി അതല്ലല്ലോ. ചോദ്യത്തിന് മറുപടി എൻ്റെ ബൈബിൾ ക്ലാസ് ജോയിൻ ചെയ്യുന്നുള്ളതല്ലല്ലോ. ഒരു ചോദ്യോത്തര വേളയിൽ കവർ ചെയ്യാൻ കഴിയുന്ന ഒരു ആൻസർ അല്ല. അതുകൊണ്ടാണ് നോക്കിക്കോണേ, നമ്മുടെ ശരീരം എല്ലാവരും കാണാം അല്ലേ? കാണാം. ഇതിനകത്തൊരു മനസ്സുണ്ട്, സോൾ, ബുദ്ധിമണ്ഡലം. അതുകൊണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാമെന്നുള്ള ആർക്കും കാണാൻ പറ്റത്തില്ല. അതിനകത്ത് ഒരു ആത്മാവുണ്ട്. മാൻ ഈസ് ദ സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവുണ്ട്. നമ്മൾ കൈ അടിക്കുന്നു, പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, എല്ലാവരും കേൾക്കുന്നില്ലേ? ഇത് ആത്മീയ കൂടി വരേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ വചനം ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ നടക്കുന്ന പരിവർത്തനം മുഖത്ത് റിഫ്ലക്റ്റ് ആകുകയും ചെയ്യും. സംതിങ് ദ മൈൻഡ് ഈസ് വർക്കിംഗ് ഓൺ എന്ന് മനസ്സിലാവും. ഇത് മൈൻഡ് റലം. ഇനി ഇന്നർ റലം എന്ന് പറയുന്നത് സ്പിരിറ്റ് ആണ്. യെരുശലേം ദേവാലയത്തിന് സമാഗമനത്തിന് 3 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രാകാരം. അവിടെ യാഗപീഠവും താമ്രത്തൊട്ടിയും. അവിടെ പാട്ട്, ഡാൻസ്, കയ്യടി ഇതെല്ലാം നടക്കുന്നുണ്ട് പ്രാകാരത്തിൽ. അതിൻ്റെ വഴി അല്ലെങ്കിൽ ബോഡി, എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് സത്യം എന്ന് പറയും. അത് ഹോളി പ്ലേസ്. അതിനകത്ത് എല്ലാവർക്കും പ്രവേശനമില്ല, യഹൂദന് മാത്രമേ പ്രവേശനമുള്ളൂ. അതിനകത്ത് കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, ധൂപപീഠം, ഇത്തരം സംഗതികളുണ്ട്. അത് യഹൂദന് മാത്രമാണ്. അത് നമ്മുടെ മനസ്സ് എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സത്യം എന്ന് പറയുന്നത് ട്രൂത്ത്. വഴി പ്രാകാരം, സത്യം ട്രൂത്ത്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തെ കാണിക്കുന്നത്, നമ്മുടെ മൈൻഡ് റലത്തിനെ കാണിക്കുന്നത്. ഇനി ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി എന്ന് പറഞ്ഞുകൊണ്ട് ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി, അതിപരിശുദ്ധ സ്ഥലത്തിനെ സ്പിരിറ്റ് റലം, സ്പിരിറ്റ് എന്നാ പറയുന്നത്. ആർക്കും പാടാം, ആടാം. പക്ഷെ വചന ശുശ്രൂഷയും വചനത്തിൻ്റെതായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുടെ ബന്ധം. അപ്പുറത്ത് കത്തുന്ന നിലവിളക്ക് പരിശുദ്ധാത്മാവാണ്. ധൂപപീഠം പ്രാർത്ഥനയാണ്. അതൊക്കെ ദൈവവേദനയിലേ പറ്റത്തുള്ളൂ. അവിടെ ആരാധന നടന്നില്ല. ആരാധന വീട് നമസ്കരിക്കുക, ഒരക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. അത് ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളിക്കകത്താണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആരാധിക്കാൻ പോകുന്നത് എവിടെ അല്ല, ആ മലയിലും അല്ല, ഈ മലയിലും അല്ല,
You enter into the holiest of the holy, that is your spirit realm. സ്പിരിറ്റ് തലത്തിൽ നീ വീണ് നമസ്കരിക്കുന്നതാണ് ആരാധന. ആ നാഴിക വരുന്നു. ഇത് പൊളിയും. ഏത് പൊളിയും? ഈ കാണുന്ന സ്ട്രക്ചർ പൊളിയും. പക്ഷെ ഈ കാണുന്ന സ്ട്രക്ചർ പൊളിയതില്ല. ഇതിനകത്ത് ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി ഉണ്ട്. അതിനകത്ത് ആരാധന നടക്കുന്നത്. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്. ഇപ്പൊ ആൾക്കാർക്കൊന്നും മനസ്സിലായില്ലെന്നുള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ചില പറഞ്ഞൊരു കാര്യം മനസ്സിലാകത്തില്ല. കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ സമാഗമന കൂടാരത്തിന്റെ സ്ട്രക്ചർ മുഴുവൻ കൊണ്ടുവരണം. ഓരോ എലമെന്റ് ഐറ്റം കാണിച്ച നമ്മൾ ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി വരുമ്പോൾ ഇവിടെ കയറുമ്പോഴാണ് ആരാധന നടക്കുന്നത്. അതിനിപ്പുറം ബഹളം നടക്കുന്നേ ഉള്ളൂ. ബഹളം ചാടിക്കളിക്കട കൊച്ചിരാമെന്ന് പറഞ്ഞ് നിന്നെ കൊല്ലും ഞാനും ചാകും, നിന്നെ കൊല്ലും ഞാനും ഇങ്ങനെ പിടിക്കുകയാണ്. അതൊന്നും ആരാധനയല്ല. ഇത് നമ്മുടെ ഭാരതത്തോടെ കർത്താവ് വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞതിന്റെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഈ സമാഗമനോട് മുഴുവൻ ഞാനാണെന്ന്. അതതിന്റെ വേറൊരു തലമാ, അർത്ഥത്തിന്റെ വേറൊരു തലം. ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഈ സമാഗമന കൂടാരത്തിന്. അതുകൊണ്ട് അവന്റെ സമാഗമന കൂടാരം എന്ന വിഷയം നമ്മൾ ചാർട്ട് വെച്ച് നല്ലതുപോലെ വരച്ച് കാണിച്ചു കൊടുക്കും. അപ്പം മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ രണ്ടും കൂടെ ക്വസ്റ്റ്യൻ ആൻസർ മാവിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് പറയാതിരിക്കുക. എന്നാലും ഞാൻ ശ്രമിക്കാം. പറ്റത്തില്ല. അതിനപ്പുറം പോകുന്ന കാര്യമാണിത്. That's the reason. Still, it was a very convincing answer. Thank you very much, sir. Thank you very much. പ്രേക്ഷകർക്ക് ഈ സെഷൻ വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അറിയിക്കാവുന്നതാണ്. May God bless you all. Thank you once again. Thank you very much. Bye.